വെൽക്കം ബാക്ക് ടു എസ്എഫ്എക്സ്. ഞാൻ എൽസ. ഇന്ന് നമ്മൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഞാനിന്ന് വേർതിരിക്കുന്ന ഫാബ്രിക് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോട്ടൺ ഫാബ്രിക്കിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. പക്ഷെ അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള എലഗന്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഈ ഒരു ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ടൈമും ഈ സെയിം മെറ്റീരിയൽ തന്നെ വെയർ ചെയ്തിട്ടാണ് നിങ്ങളെ കാണിച്ചത്. അടിപൊളിയായിട്ടുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. ഈ ഷെയ്ഡും കുറച്ച് പുതിയ ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ട, ഈ ഡൈബിൾ ദുപ്പട്ട ഓൾസോ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കൊരു വൈറ്റ് ബോട്ടമിൻ്റെയും വൈറ്റ് ദുപ്പട്ടയുടെയും കൂടെ വിത്തൗട്ട് ദുപ്പട്ടയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഒരു കുർത്തി പോലെയൊക്കെ നല്ലൊരു കോളറിനൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം. അതുപോലെ തന്നെ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് പോകുക കേട്ടോ. പുതിയ അടിപൊളി കളക്ഷൻസ് മിസ്സാക്കാതെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കുറച്ച് ഫാബ്രിക്സ് ഉള്ളൂ കേട്ടോ. നമ്മൾ റണ്ണിങ് ഫാബ്രിക്സ് എല്ലാം എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഫാബ്രിക് തന്നെയാണ്. ഒരുപാട് പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു ഫാബ്രിക്കാണിത്. എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ഒരു മെറ്റീരിയലിൽ. ഇത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ത്രെഡ് വർക്കും മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസിൻ്റെ വർക്കും വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ നമ്മൾ 3-4 ഷെയ്ഡ്സ് ആയിരുന്നു നമ്മൾ ചെയ്തത്. ഈ പ്രാവശ്യം നമുക്ക് 7 ഷെയ്ഡ്സ് ഉണ്ട്, പക്ഷേ 5 ഷെയ്ഡ്സ് ആണ് നമുക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കി 2 വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നെക്സ്റ്റ് വീക്കിലെ വീഡിയോയിൽ ഇടാം കേട്ടോ. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ 3 നമ്മൾ ഓൾറെഡി ചെയ്തതായിരുന്നു. ഒരെണ്ണം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു കളറ്, പക്ഷെ അതിനകത്ത് ചെറിയൊരു ഒരു ടിൻറ്റ് കുറച്ചുകൂടി ഒരു ഡാർക്ക് ടോണിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നതായിട്ട് ഇച്ചിരി കൂടെ ഒരു ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇത് വരുന്ന ഒരു ലൈറ്റ് മസ്റ്റേർഡ് യെല്ലോ ആണ്, ഒരു പേസ്റ്റൽ മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ്. ആൻഡ് ദിസ് ഇസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ഇത് വരുന്നത് പൗഡർ ബ്ലൂ. ഈ 5 ഷെയ്ഡ്സിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓരോ ഷെയ്ഡ്സ് ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡാണ്. ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു പേസ്റ്റൽ ടോൺ ഉണ്ടല്ലോ, നല്ലൊരു നല്ല തെളിഞ്ഞൊരു കളറ്. ഭയങ്കര ബ്രൈറ്റ് അല്ല, പക്ഷെ നല്ലൊരു നമ്മളെ ബ്രൈറ്റ് ആക്കുന്ന ഒരു കളറ്. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അതിലേക്ക് ഇതാ സീക്വൻസിൻ്റെ വർക്കും ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ത്രെഡ് വർക്ക് നമ്മളിങ്ങനെ നൂല് വലിഞ്ഞു പോകുന്ന ടൈപ്പ് ത്രെഡ് വർക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക്കിൽ നല്ല ക്വാളിറ്റിയുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതേ ഇങ്ങനെ വരുന്നു ഡിസൈൻ. ഇതിനകത്ത് ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ കൂടെ ആയിട്ട് മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസിൻ്റെ വർക്കുണ്ട്, പക്ഷെ അങ്ങനെ എടുത്ത് നിൽക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഒക്കേഷനും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫാബ്രിക്കുമാണ്. ഈ ഒരു യെല്ലോ ഷെയ്ഡിന് എന്തോരം പേരായിരുന്നോ ഇപ്പോഴും നമുക്ക് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഇത് റീപ്രൊഡക്ഷന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രൊഡക്ഷൻ ചെയ്തെടുത്ത കളേഴ്സും മെറ്റീരിയൽസും ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഫാബ്രിക് കിട്ടും ഇതിൽ. അപ്പോൾ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ. ഇങ്ങനെ വരുന്നു. 360 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നമുക്കിത് വൈറ്റ് ബോട്ടമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഈ സെയിം ഷെയ്ഡിൽ തന്നെ ബോട്ടവും ദുപ്പട്ടയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നവരുണ്ട് ഈ സെയിം. അപ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കാം മെറ്റീരിയൽ. ബോട്ടവും ദുപ്പട്ടയും സെയിം കളർ വന്നിട്ട് ഇത് വൈറ്റ് വർക്കും കൂടെ ഭയങ്കര രസമായിരിക്കും കേട്ടോ അത് കാണാനായിട്ട്. ഞാനിത് വൈറ്റിൻ്റെ കൂടെയാണ് ചെയ്തത്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് നല്ല ഫാബ്രിക്, ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കുള്ളൊരു ഫാബ്രിക്കുമാണ്. ഭയങ്കര സുഖമാണ് ഇടാനും. ത്രെഡൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല. അപ്പം നമുക്ക് ഭയങ്കര ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളറ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു പേസ്റ്റൽ ബ്ലൂ ആണ്, ഒരു പൗഡർ ബ്ലൂ. നല്ലൊരു പൗഡർ ബ്ലൂ ടോണാണ്. ഇതിൽ ഏറ്റവും ഒരു 10 സെൻറ്റിമീറ്റർ പോലെയാണ് നമുക്ക് കട്ടായി തീർന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു കളറും ഈ ടൈപ്പിലെ എല്ലാ കളേഴ്സും. എനിക്ക് തോന്നുന്നു 1 മീറ്റർ 1.5 മീറ്റർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചോളാന്ന് വരെ പറഞ്ഞുകൊണ്ട് മേടിച്ചോണ്ട് വരുന്നുണ്ട്. കാരണം അത്രയും ഒരു പ്രാവശ്യം മേടിച്ചവർ 2-3 കളേഴ്സ് മേടിച്ചവരുണ്ട്. അത്രയും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ്. ധൈര്യമായിട്ട് എടുത്തോളാം. ദേ നല്ലൊരു പൗഡർ ബ്ലൂ ടോണാണ്. എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ്. അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ കണ്ട നല്ലൊരു ഭംഗിയുള്ളൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ആൻഡ് സീക്വൻസിൻ്റെ വർക്കും പോകുന്നുണ്ട് കേട്ടോ. അതിൽ മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്ക് പോകുന്നുണ്ട്, പക്ഷെ അത്ര അങ്ങനെ അറിയില്ല. ഇങ്ങനെ ആയിരുന്നു. 360 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നല്ല രസമില്ല.
ഇതിനകത്ത് കുറച്ചുകൂടി ആ ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതാണ് ഡിസൈൻ വരുന്നത്. ഡാർക്കർ ടോണിലും ഈ പ്രാവശ്യം നമ്മളൊരു ഡാർക്ക് കളറിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതൊരു ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ബോട്ടോ അതൊന്നും എടുക്കണ്ട. ബ്ലാക്ക് ബോട്ടമിൻ്റെ ബ്ലാക്ക് ദുപ്പട്ടയുടെയും കൂടി ഇടുക, അടിപൊളിയാണ്. ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ, നരച്ച ബ്ലാക്ക് ഒന്നും അല്ല, ജെറ്റ് ബ്ലാക്ക് കളറാണ്. അതിലേക്ക് ഇതാ മൈന്യൂട്ട് ആയിട്ടുള്ള സീക്വൻസിൻ്റെ വർക്ക് പോയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ക്വാളിറ്റിയുള്ള കോട്ടനുമാണ്, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. മിൽഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മളിതെല്ലാം ഡിസൈനും കളറും എല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ ചെയ്യിച്ചെടുത്തേക്കുന്നതാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക്, ഒരു ലാവൻഡർ ടോണാണ്. ഒരു പിങ്കിൻ്റെ ഒരു മിക്സും കൂടെ ഉണ്ട്, ലൈറ്റ് ഒരു പിങ്കിൻ്റെ മിക്സും കൂടെ ഉള്ളൊരു ലാവൻഡർ ആണ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ കളറാണ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുള്ളൊരു പേസ്റ്റൽ കളർ. അതിനകത്തേക്ക് വൈറ്റ് ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ നല്ല രസമുള്ള ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ 2 ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. ഈ ഒരു ഡിസൈനിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇത്രയും ഫാബ്രിക് ചെയ്തെടുത്തത്. ഇനി മറ്റേ ഡിസൈനിൽ വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ, നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറിയും ഈ ഒരു ഡിസൈനും ഈ കളേഴ്സിനും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മുടെ പുതിയ ഷെയ്ഡാണ് കേട്ടോ. ഇത് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന പുതിയ ഷെയ്ഡാണ്. ഇതായിരുന്നു 360 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ത്രെഡ് വർക്കും സീക്വൻസിൻ്റെ വർക്കും വരുന്നു. നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഫാബ്രിക്കാണ്, ഈ സെയിം ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഷെയ്ഡാണ് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത ആ ഷെയ്ഡാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ കുറച്ചും കൂടി ഒരു ഡാർക്കർ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നേക്കുന്നത്. ഒരു പിസ്തയുടെ ഒരു മിക്സും കൂടെ വന്നിട്ടുള്ള ഒരു ഡാർക്കാണ്. ഇത് മടിപൊളി ഷെയ്ഡാണ് കേട്ടോ, നല്ല രസമുള്ള. ഇതിന് ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. സെയിം ഡിസൈനും സെയിം ഇത് തന്നെയാണ്. പക്ഷേ ഇത് മാത്രം ചെറിയൊരു ഡിഫറൻസ് വന്നു ലാസ്റ്റ് ടൈം ചെയ്തതിനേക്കാളും. പക്ഷെ നല്ല രസമുള്ളൊരു ഗ്രീനാണ്. മറ്റേ ചെറിയൊരു പിസ്തയുടെ ടിൻറ്റും കൂടെ ഉണ്ട്. പിസ്ത ഗ്രീൻ്റെ ഒരു ചെറിയൊരു ടിൻറ്റും കൂടെ ഉണ്ട്. പൗഡർ ബ്ലൂ തന്നെയാണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ, പൗഡർ ഗ്രീൻ തന്നെയാണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത്. 360 ആണ് പെർ മീറ്റർ റേറ്റ്. ഈ 2 ഫാബ്രിക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാന്ന് അറിയാം. ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഇത് കുറേ പേര് പ്രീ ബുക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ചെയ്ത് വന്നപ്പോൾ അവിടെ മഴ ഇതൊക്കെ ആയിട്ട് അവരുടെ ബ്ലോക്ക് പ്രിന്റിങ് ശരിയായിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒരു ലൈറ്റർ ടോണിലേക്കായിരുന്നു നമുക്ക് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. എന്നിട്ട് ഞാനത് റിട്ടേൺ അയച്ചു. എന്നിട്ട് നമ്മൾ ആ എക്സാക്ട് ഷെയ്ഡിലേക്ക് ചെയ്തെടുത്താണ്. അപ്പോൾ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു ഇത് കിട്ടാനായിട്ട്. നല്ല രസമുള്ളൊരു ബ്ലാക്ക് കളറിലേക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് കണ്ടോ. നല്ല രസമുള്ളൊരു പ്രിന്റ്. ഇതിൻ്റെ നമ്മൾ പല ഷെയ്ഡ്സ് ചെയ്തു. ബ്ലാക്കിൽ തന്നെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ചെയ്തു, ബേജ് കളറിൽ ചെയ്തു, ബ്ലൂ ഷെയ്ഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ. ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് ഡിമാൻഡഡ് വൺ. ബ്ലാക്കിൽ മെറൂണും ഒരു ടൈപ്പ് ഒരു യെല്ലോ മിക്സ് ആയിട്ടുള്ളൊരു ഗ്രീനാണ് കളർ വരുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് കൊണ്ട് വരുന്നു. മീറ്റർ പ്രൈസ് വരുന്നത് 220. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻ്റാണ്. നല്ല രസമുള്ളൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ബ്ലാക്ക് ബോട്ടമിൻ്റെ കൂടെ ബേജ് ബോട്ടമിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ബ്ലാക്കും ബേജും ഇല്ലാത്ത ആരും ഇല്ലല്ലോ. അടിപൊളിയായിരിക്കും ഇത് കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇതൊരെണ്ണം സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് എനിക്കൊന്നും തയ്ച്ച് കിട്ടണുള്ള സമയത്തിന്. അത് കാരണം ഇപ്പം തയ്ക്കാൻ കൊടുക്കാനായിട്ട് മടിയാകും. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കൊടുത്തന്നെയായിരുന്നു. നല്ല രസമുള്ള ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നു. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്, ബഗ്ലോ പ്രിൻ്റാണ് വരുന്നത്. 220 per meter. നെക്സ്റ്റ് വരുന്നത് കോട്ട ചെക്സ് ഫാബ്രിക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. കോട്ട ചെക്സ് ആണ് ഫാബ്രിക് വരുന്നത്. ഇത് നമ്മൾ ആദ്യം ഈ ഒരു സെയിം ഡിസൈൻ തന്നെ കോട്ട ചെക്സ് ഫാബ്രിക്കിലേക്ക്, ഇനി കോട്ടൺ യൂസ് ചെയ്തവർക്ക് കോട്ട ചെക്സ് ഫാബ്രിക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, ആ ഒരു ഫാബ്രിക്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ചെക്സ് ഫാബ്രിക്കാണ് ഇത് വരുന്നത്. 2 ഷെയ്ഡിലേക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്ന ഒരു യെല്ലോ ടോണാണ്. ഒരു നല്ലൊരു ഭയങ്കര പേസ്റ്റലായിട്ടുള്ളൊരു യെല്ലോ ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ വരുന്ന ഒരു പേസ്റ്റൽ പിങ്ക് ടോണാണ്. ബേബി പിങ്ക് ടോൺ ഉണ്ടല്ലോ, ബേബി പിങ്ക് ടോണിലേക്കാണ് വരുന്നത്. ഈ 2 ഷെയ്ഡ്സിലാണുള്ളത്. നമുക്ക് ഫസ്റ്റ് യെല്ലോ കാണാം. ഇത് വരുന്നത് ഫാബ്രിക് വരുന്നത് കോട്ട ചെക്സ് ആണ്. ഇതാ ഇങ്ങനെ വരുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രസമുള്ള യെല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങൾ ലൈനിങ് ഇടുന്ന അനുസരിച്ച് കണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റ് ലൈനിങ് ഇട്ട് ഇതിലും ലൈറ്റ് ആക്കാം. പക്ഷെ ഈ ഒരു കളർ തന്നെ കിട്ടുന്ന ലൈനിങ് ഇട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല രസമുള്ളൊരു
ഡിസൈൻ കണ്ടോ, ഈ സെയിം വർക്ക് തന്നെയാണ്, ഈ സെയിം ത്രെഡ് വർക്കും സെയിം സീക്വൻസ് വർക്കും വരുന്ന ഒരു ഫാബ്രിക്കാണ്. കോട്ട ചെക്സ് ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരുന്നു, അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല സോഫ്റ്റുമാണ്. കോട്ടായൊക്കെ ചോദിച്ചു വരുന്നവരുണ്ട്, കോട്ടായിലൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ഡിസൈൻ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് സാമ്പിൾ 2 കളർ ചെയ്ത് നോക്കിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ നല്ലൊരു ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഷെയ്ഡ്. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 325 ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് കേട്ടോ. ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബേബി പിങ്ക് ടോൺ ആണ്. ഇത് ഇങ്ങനെ എല്ലാം കൂടെ മടക്കി വയ്ക്കുമ്പോഴാണ് കേട്ടോ ഒരു ഡാർക്ക് ടോൺ. ഇങ്ങനെ സിംഗിൾ ലെയർ എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു പേസ്റ്റൽ കളറാണ്. അപ്പോൾ നിങ്ങൾ ലൈനിങ് ഇടുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുക്കുക. കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് ടോൺ കൊടുക്കുമ്പോഴത്തേക്കും നല്ല ലൈറ്റ് കളറിൽ നല്ലൊരു പേസ്റ്റൽ കളറിലേക്കാവും. ഇത് ഈ ഒരു ഷെയ്ഡിലും നല്ല രസമാണ്. പക്ഷെ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് വേണ്ടാത്തവർ കണ്ടോ, സിംഗിൾ ലെയർ പിടിക്കുമ്പോൾ കണ്ടോ ഇത്രയും ഡാർക്ക്നെസ് ഉള്ളൂ അതിന്. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ലൈനിങ് കൊടുക്കുക, നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. 325 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. കോട്ട ചെക്സ് ഫാബ്രിക്കിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നു. നോർമൽ വിത്ത് ആണ്, 44 ഇഞ്ചാണ് വിത്ത് വരുന്നത്. ഈ 2 ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു ഫാബ്രിക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈയബിൾ ആയിട്ടുള്ള ദുപ്പട്ട നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കാറുള്ളതാണ്. ലാസ്റ്റ് വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഷെയ്ഡിലേക്ക് ഇപ്പോൾ ഡൈ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ആ സെയിം ഷെയ്ഡിലേക്ക് തന്നെ വേണമെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റ് ദുപ്പട്ടയായിട്ട് എടുക്കണമെങ്കിലും എടുക്കാം. ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട. ഇതിനകത്ത് ക്രോഷോ വർക്ക്, തിന്നായിട്ടുള്ള ക്രോഷോയുടെ വർക്കാണ് 2 സൈഡിലും വരുന്നത്. ഇങ്ങനെയാണ് ക്രോഷോ ലേസിൻ്റെ വർക്ക് വരുന്നത്. ഡൈയബിൾ ദുപ്പട്ടയാണ്. ആൻഡ് സൈഡിലായിട്ട് ഇതാ ഒരു 4 ഇഞ്ച് വിത്തിലാണ് 2 എൻഡിലായിട്ട് ഇങ്ങനെ വരുന്നത്. ഒരു 3 to 4 ഇഞ്ചസ് വിത്തിലാണ് 2 എൻഡിൽ വരുന്നത്. അടിപൊളി. നമുക്ക് വൈറ്റ് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. നോർമൽ വൈറ്റ് ദുപ്പട്ടയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത് കേട്ടോ. ഇത് ഡൈയബിളാണ്. ഡൈയബിളിന് റേറ്റ് കൂടുതലാണ്. 595 ആണ് പെർ പീസ് റേറ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നു. വൈറ്റ് ദുപ്പട്ടയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് പിന്നീട് വേണമെങ്കിൽ ഡൈ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ വരുന്നത്. വൈറ്റ് ദുപ്പട്ടയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഒരുപാട് പേര് എടുക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റോക്ക് എപ്പോഴും നമുക്ക് സ്റ്റോക്ക് എടുത്ത് വയ്ക്കാറില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് പീസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 595. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൻ്റെ ലിങ്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. കുറച്ച് കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന കുറച്ച് മെറ്റീരിയൽസും പിന്നെ ഈ ഒരു ഫാബ്രിക്കാണ് നമ്മൾ പുതുതായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് അടിപൊളി കളക്ഷൻസ് നെക്സ്റ്റ് വീക്കിൽ വരുന്നുണ്ട്. മിസ്സാക്കാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.